ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീങ്ങണം. പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളിൽ തന്നെ പോലീസിന് ചില സംശയങ്ങൾ. ഒന്ന്, പ്രതി വിനീഷ് ഒരു UDF അനുയായിയാണ് എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നു. അതിലേക്ക് അന്വേഷണം നീങ്ങണം. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വിനീഷിന്റെ നീക്കങ്ങൾ, വിനീഷിന് നേരത്തെയും സമാനമായ സ്വഭാവത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവങ്ങൾ ഒതുക്കി തീർക്കുന്നതിൽ അവിടുത്തെ വഴിക്കടവ് പഞ്ചായത്തിലെ ചില മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു. പക്ഷേ സ്വാഭാവികമായും ഈ വിനീഷിന്റെ അച്ഛൻ വിജയന്റെ രാഷ്ട്രീയ ബന്ധവും മാത്രമല്ല, അവിടെ ഈ വാർഡ് കൗൺസിലർക്ക് ഇതെല്ലാം, വാർഡ് മെമ്പർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. സമാന സ്വഭാവത്തിൽ നേരത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ ആരും ഇടപെടാതിരുന്നത് ഒരു വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധങ്ങൾ കൊണ്ടാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ പോലീസിന് ലഭിക്കുന്നു. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ്. അദ്ദേഹത്തിന്റെ വാർഡിലായി സംഭവം നടക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. എല്ലാം പരിശോധിക്കട്ടെ, അതെല്ലാം വെച്ചുകൊണ്ടിനെ ഞാൻ പറയുന്നത്.